അടുത്തതായി ചെറിയൊരു ക്ഷമാപണത്തോടുകൂടി തന്നെ സർ പ്ലീസ് പറഞ്ഞോളൂ. ശ്രീ സന്തോഷ് സാറിന് തന്നെ ആസിഫ് അലി ഒരു ചെറിയ സമ്മാനം നൽകുന്നതായിരിക്കും. ആസിഫ് ദയവ് ചെയ്ത് അദ്ദേഹത്തിന് ഒരു ചെറിയ പുരസ്കാരം നൽകിക്കൊണ്ട് ഒരു മെമന്റോ നൽകിക്കൊണ്ട് ഞങ്ങൾ ആദരിക്കുകയാണ്. മൊമെന്റോ താഴേക്ക് കൊണ്ടുവരൂ. അല്ലല്ല, അദ്ദേഹത്തിന്റെ പേര് ജയരാജ് ചിത്രത്തിന് വേണ്ടി മ്യൂസിക് സംവിധാനം ചെയ്തിരിക്കുന്നത് ശ്രീ സന്തോഷ് സാറൻ. നിറഞ്ഞ കൈയ്യടി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ. ഇന്ന് സോഷ്യൽ മീഡിയ കൂടുതലായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് രമേശ് നാരായണൻ ആസിഫ് അലി കോൺട്രവേഴ്സി. MT വാസുദേവൻ നായരുടെ സിനിമ ട്രെയിലർ ലോഞ്ചിങ്ങുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിൽ സംഗീത സംവിധായകനായ രമേശ് നാരായണന് മൊമെന്റോ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തുകയാണ് ആസിഫ് അലിയെ. അപ്പൊ സ്റ്റേജിലേക്ക് ഈ രമേശ് നാരായണൻ കയറി പോകുന്നില്ല. ഈ ഒരു വീഡിയോയിൽ തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് മൊമെന്റോ കൊണ്ടുവരൂ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ കൊണ്ടുവന്നിട്ടാണ് ആസിഫ് അലി രമേശ് നാരായണന് കൊടുക്കുന്ന ടൈമിലുള്ള അദ്ദേഹത്തിന്റെ മൂവ്മെന്റ് അതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ആസിഫ് അലിയുടെ മുഖത്തേക്ക് പോലും അയാൾ നോക്കുന്നില്ല. മുഖത്തേക്ക് നോക്കുകയോ കൈ കൊടുക്കുകയോ ഹസ്തദാനം ചെയ്യുകയോ അങ്ങനെ ഒന്നും ചെയ്തില്ല. പക്ഷെ ഈ ഒരു പ്രശ്നം ചെറു പുഞ്ചിരിയോട് കൂടിയാണ് ആസിഫ് അലി കൈകാര്യം ചെയ്തത്. അദ്ദേഹം അവിടെ നിന്ന് അങ്ങ് മാറിക്കളഞ്ഞു. തന്നെ ഒരാള് തീരെ മൈൻഡ് ചെയ്യുന്നില്ല, അല്ല അംഗീകരിക്കാൻ വേണ്ടിയിട്ട് വിസമ്മതിക്കുന്നു കണ്ടു കഴിഞ്ഞാല് നമ്മൾ അവിടെ നിന്ന് അങ്ങ് പിന്മാറി പോവുക, അല്ലാതെ അവിടെ കടിച്ചു തൂങ്ങി നിൽക്കുകയല്ല ചെയ്യേണ്ടത്. അപ്പൊ ഇതിന് പുറമെ തന്നെ രമേശ് നാരായണൻ പ്രതികരിക്കുന്ന ഒരു വീഡിയോ കൂടിയുണ്ട്, നമുക്കതൊന്ന് കാണാം. സ്റ്റേജിലല്ല ഉള്ളത്, നിങ്ങൾ അത് മനസ്സിലാക്കണം. ഞാൻ സ്റ്റേജിലല്ല. സ്റ്റേജിലാണെങ്കിൽ എനിക്ക് ആര് വരുന്നു കാണാൻ പറ്റും. ഇത് നിറച്ച ആൾക്കാരുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് ആസിഫ് അലി ഓടി വരുന്നു. ആസിഫ് അലി എനിക്ക് മൊമെന്റോ തരുന്നു. മൊമെന്റോ ഞാൻ വാങ്ങിക്കുന്നു. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം വെച്ചാൽ ജയരാജ് ഇരിക്കുന്നുണ്ട്, ഇതിൻ്റെ ഒരു ഡയറക്ടറും കൂടെ നിൽക്കുന്നത് നല്ലതല്ലെന്ന് വെച്ചാൽ അദ്ദേഹത്തെ വിളിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ വിളിച്ച സമയത്ത് ആസിഫ് അലി വിളിക്കുന്ന സമയത്ത് ആസിഫ് അലി ഇത് തന്നിട്ട് ഡിസപ്പിയറായി. അവിടുന്ന് തന്നിട്ട് ആസിഫ് അലിക്ക് തോന്നി കാണും ചിലപ്പോൾ ആസിഫ് അലി ഞാൻ മൈൻഡ് ചെയ്തില്ല. അപ്പോൾ എൻ്റെ ആഗ്രഹം മനസ്സിലുള്ളത് ജയരാജും കൂടെ വരട്ടെ. അപ്പോൾ രണ്ടുപേരും വന്നിട്ട് പിന്നെ ആസിഫ് അലിയുമായിട്ട് നമുക്ക് മിങ്കിൾ ചെയ്യാന്നുള്ള രീതിയിൽ നമ്മളെത്രയോ അവാർഡ് വാങ്ങിച്ചതാണ്, അവാർഡ് സെറിമണി കണ്ടക്ട് ചെയ്തതാണ് ഞാൻ. ഇതാണ് സംഭവിച്ചത് അവിടെ. അപ്പോൾ ആസിഫ് അലിക്ക് തോന്നി, അല്ലെങ്കിൽ ആസിഫ് അലി കണ്ടു നിൽക്കുന്ന തോന്നുന്നത് ഞാൻ ആസിഫ് അലിയെ മൈൻഡ് ചെയ്യാതെ പോയി എന്നാണ്. അതെനിക്ക് ഭയങ്കര വിഷമമുണ്ടാക്കിയിട്ടുണ്ട് സത്യത്തിൽ. ഐ ആം സോ സോറി. ഇപ്പൊ അദ്ദേഹത്തിന് ഭയങ്കര വിഷമമുണ്ടാക്കിയിട്ടുള്ളത് ആസിഫ് അലി അവിടെ പോയി ഇരുന്നത്. എന്ത് ചെയ്യണമായിരുന്നു ആസിഫ് അലി? അവിടെ തന്നെ നിൽക്കണമായിരുന്നോ? ഇദ്ദേഹം പറഞ്ഞ പോലെ ആസിഫ് അലി പിന്മാറാതെ അവിടെ തന്നെ നിൽക്കുക. ഇപ്പൊ ഇദ്ദേഹം ഇതിൽ പറയുന്നുണ്ട് ആസിഫ് അലിക്ക് തോന്നിയിട്ടുണ്ടാവും. ആസിഫ് അലിക്ക് എങ്ങനെ തോന്നാതിരിക്കും? നമ്മൾ ഒരാൾക്ക് ഒരു സമ്മാനം കൊടുക്കുമ്പോൾ ആദ്യം തന്നെ അയാള് കൂടുതൽ ചടങ്ങുകൾ നമ്മൾ കണ്ടിട്ടുള്ളത് ഒന്നിക്ക് ഹഗ് ചെയ്യും, അല്ലെങ്കിൽ ഒന്ന് ഹസ്തദാനം ചെയ്യും. ഇതൊന്നുമില്ല, തന്റെ മുഖത്ത് പോലും നോക്കിയില്ല. ആസിഫ് അലി അദ്ദേഹത്തെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അദ്ദേഹം അതിന് പോലും സമ്മതിക്കുന്നില്ല. ആ ഒരു മൊമെന്റ് കൊടുക്കുന്ന ടൈമിൽ അദ്ദേഹം നേരെ നോക്കുന്നത് ക്യാമറയിലേക്കോ അല്ലെ സ്റ്റേജിലേക്കോ മറ്റാണ് നോക്കുന്നത്. അല്ല ഇപ്പൊ ഇതില് അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ജയരാജന് അതായത് സംവിധായകൻ ജയരാജനും വന്നിട്ട് ഒരുമിച്ചിട്ട് നിന്നിട്ട് ഫോട്ടോയൊക്കെ എടുക്കാന്ന് കരുതിയതെന്നുള്ളത്. മനസ്സിൽ കരുതലല്ല. അങ്ങനെ കരുതിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു സംഭവം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്ന് പിടിച്ചു നിൽക്കണം, അതിന് വേണ്ടിയിട്ടാന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഈച്ച പൂച്ച കുഞ്ഞിന് പോലും മനസ്സിലാവും ഈ പറയുന്നത് പച്ചക്കള്ളമാണെന്നുള്ളത്. അങ്ങനെയാണ് അദ്ദേഹം മനസ്സിൽ കരുതിയിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ഹസ്തദാനം ചെയ്തിട്ട് മൊമെന്റ് സ്വീകരിച്ചതിന് ശേഷം പറയുക സംവിധായകൻ ജയരാജൻ കൂടി വരട്ടെ, നമുക്ക് ഒരുമിച്ചൊരു ഫോട്ടോ എടുക്കാം. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ആസിഫ് അലി അവിടുന്ന് പോവില്ലായിരുന്നു. ഇത് മുഖത്ത് പോലും നോക്കാതെ അദ്ദേഹം തരുന്നതിനോട് ഇഷ്ടക്കുറവ് കാണിച്ചുകൊണ്ടാണ് അവിടെ നിൽക്കുന്നതും അദ്ദേഹത്തെ നിർത്തിക്കൊണ്ട് തന്നെ സംവിധായകൻ ജയരാജനെ വിളിക്കുന്നതും. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഒരാള് അവിടെ നിൽക്കില്ല, ഏതൊരാളും നിൽക്കില്ല. പിന്നെ ആസിഫ് അലി തന്മയത്വത്തോടുകൂടി ആ ഒരു കാര്യം കൈകാര്യം ചെയ്തു. ചെറു പുഞ്ചിരിയിൽ ഒതുക്കിയിട്ട് ആരോടും ഒരു പരിഭവോ പരാതിയോ അല്ലെങ്കിൽ ഒരു പ്രശ്നമോ ഒന്നും ആക്കാതെ തന്നെ അവിടെ പോയിരുന്നു. അത് തന്നെയാണ് ആ മനുഷ്യന്റെ ക്വാളിറ്റി. ക്വാളിറ്റി എന്ന് പറയുന്നത് വില കൊടുത്ത് കിട്ടുന്നതല്ല. സംസ്കാരം, ക്വാളിറ്റി എന്നൊക്കെ പറയുന്നത് നമ്മൾ വില കൊടുത്തിട്ട് ഒരിക്കലും വാങ്ങിക്കാൻ കിട്ടുന്ന സംഭവമല്ല.
ഒരു നടൻ അല്ലെങ്കിൽ ഒരു കലാകാരൻ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്റെ മനസ്സ്, മനുഷ്യ വികാരങ്ങളൊക്കെ മനസ്സിലാക്കാവുന്നവർക്കാണ് കലാകാരൻ എന്ന പേര് അംഗീകൃതമാവുകയുള്ളൂ. രമേശ് നാരായണനെ പോലെയുള്ള വ്യക്തികൾക്ക് സ്വന്തം ഇൻഡസ്ട്രിയിൽ തന്നെ ഉള്ള ആളുകളെ തിരിച്ചറിയാനുള്ള കഴിവോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന പോലുള്ള കാര്യങ്ങൾ ചെയ്യുവാനേ കഴിയുന്നുള്ളൂ. രമേശ് നാരായണന്റെ ഭാഗം എന്നത് ഈ സംഘാടകരിൽ ഈ അനൗൺസർ രമേശ് നാരായണന് പകരം സന്തോഷ് നാരായണൻ അങ്ങനെയൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. ആദ്യം തന്നെ ബാക്കിയുള്ളവർക്കൊക്കെ മൊമെന്റും കാര്യങ്ങളും കൊടുത്തു, എനിക്ക് ലാസ്റ്റാ തന്നത്, എന്നെ ബാക്കിയുള്ളവർ അംഗീകരിച്ച പോലെ സ്റ്റേജിൽ വിളിച്ചു വരുത്തി അംഗീകരിച്ചില്ല, അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, അത് അദ്ദേഹത്തിന്റെ ഭാഗമായിരിക്കാം, നോ പ്രോബ്ലം, അത് പ്രശ്നമില്ല. ആ ഒരു പ്രശ്നത്തിന് ഈ മൊമെന്റ് കൊടുക്കാൻ വന്ന ആ ഒരു നടനെ തന്റെ അതേ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, ജൂനിയറാണ്, നന്നായിട്ട് മനസ്സിലാകുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ്. അദ്ദേഹം വന്നിട്ട് ഈ മൊമെന്റ് നൽകുമ്പോൾ അദ്ദേഹത്തെ അപമാനിക്കുകയല്ല ചെയ്യേണ്ടത്. ആ സംഘാടകർ ആ ടൈമിൽ തന്നെ അല്ലെങ്കിൽ ആ അനൗൺസർ വിളിച്ച് പറയുമ്പോൾ തന്നെ എനിക്ക് വേണ്ടാന്ന് അങ്ങ് വെച്ചേക്കണം. ഇത് വന്നുകൊണ്ട് അദ്ദേഹത്തെ അപമാനിച്ചുകൊണ്ട് വേറൊരാളെ വിളിച്ചിട്ട് ആ ഒരു മൊമെന്റ് എനിക്ക് തരാൻ വേണ്ടി പറയുക. അപ്പൊ അതിനർത്ഥം എന്താണ്? എനിക്ക് ഈ ഒരു മൊമെന്റ് തരാനുള്ള യോഗ്യത തനിക്കില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് അദ്ദേഹം വ്യക്തമാക്കി തരുന്നത്. ഏതൊരു മനുഷ്യനും അത് കണ്ടാൽ തന്നെ മനസ്സിലാവുന്ന കാര്യമാണ്. ഒരു മനുഷ്യന്റെ ക്വാളിറ്റി എന്നത് എന്തിനോട് എവിടെ എങ്ങനെ പ്രതികരിക്കണം എന്നതിനെ കുറിച്ചുള്ള തിരിച്ചറിവാണ്. ആ ക്വാളിറ്റിയാണ് പരസ്യമായി തന്നെ അവമാനിക്കപ്പെട്ടിട്ടും ആ സദസ്സിനെ ബഹുമാനിച്ച് ചെറു പുഞ്ചിരിയോടെ നിൽക്കുന്ന ആസിഫ് അലി നമ്മൾ കണ്ടതും. കലയേക്കാൾ ഒരുപാട് വലുതാണ് മനുഷ്യത്വം എന്നും താൻ മൂലം മുറിവേറ്റ മറ്റൊരു മനുഷ്യന്റെ അഭിമാനം എന്നും തിരിച്ചറിയാതെ പോയ രമേശ് നാരായണനെ പോലുള്ളവരെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കണം? ഏത് സംസ്കാരത്തിൽ ഉൾപ്പെടുത്തണം? നമ്മൾ ആദ്യം മനുഷ്യനാവുക, നമ്മുടെ സംസ്കാരം കാണിക്കുക, നമ്മുടെ ക്വാളിറ്റിയെ തിരിച്ചറിയുക. എന്നാൽ മാത്രമേ നമ്മളൊരു കലാകാരനാവുകയുള്ളൂ. കലാകാരൻ എന്നത് മനുഷ്യന്റെ വികാര വിചാരങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് നമുക്ക് സ്ക്രീനിലായാലും തന്റെ രചനയിലായാലും കാണിച്ചു തരാൻ പറ്റുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് വിലയും നിലയും ഉണ്ടാവുള്ളൂ. നമുക്കുള്ള നിലയും വിലയും എന്നത് നമ്മുടെ സംസ്കാരവും ക്വാളിറ്റിയും അനുസരിച്ചിരിക്കും, അല്ലാതെ പണം കൊടുത്ത് വാങ്ങിക്കാവുന്നതല്ല. ഇന്ന് രമേശ് നാരായണനെ പോലുള്ളവരുടെ സംസ്കാരമാണ് ഇവിടെ കാണിച്ചു തരുന്നത്. അപ്പൊ ഈ ഒരു വിഷയത്തിൽ എനിക്ക് ഇങ്ങനെയാണ് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടമായെന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ വന്ന് രേഖപ്പെടുത്തുക. മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.